നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത അഫാൻ ഭയങ്കര നാടകീയ നിമിഷങ്ങളൊക്കെ ഇപ്പൊ ജയിലിൽ ഒരുക്കിയിരിക്കുകയാണ്. അതായത് പല ചീപ്പ് ഷോകൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരിക്കുകയാണ് പോലീസുകാർക്ക്. അതായത് ജയിലിലായിരുന്ന സമയത്തൊക്കെ താൻ ജീവനൊടുക്കും, തനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല എന്നൊക്കെയായിരുന്നു അഫാൻ പ്രതികരിച്ചിരുന്നത്. ഇത് പ്രാവർത്തികമാക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തപ്പോൾ എന്താ താൻ ആത്മഹത്യ ചെയ്യും, തനിക്ക് ജീവിച്ചിരിക്കേണ്ട എന്നുള്ള ഒരു ടെൻഷനില് പോലീസുകാരൊക്കെ ഇവർക്ക് അഫാന് സുരക്ഷയൊക്കെ ഒരുക്കിയിരുന്നു. അപ്പൊ ആ സുരക്ഷയൊക്കെ തള്ളിക്കൊണ്ട് തനിക്ക് ശുചിമുറിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കയ്യിലെ വിലങ്ങ് അഴിച്ചപ്പോഴേക്കും അവിടെ നിന്ന് തിട്ടയിൽ നിന്ന് ചാടി കാലിന് പരിക്കൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നീട് തനിക്ക് നടക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാര് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഡോക്ടറോട് അഫാൻ പറയാണ് താൻ ബോധരഹിതനായി വീണതാണ്. പിന്നീട് ഡോക്ടർ പരിശോധിച്ചപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, കാരണം കഴിഞ്ഞ ദിവസം ഉറക്കമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ രക്തസമ്മർദ്ദം ഉയർന്നിട്ടുള്ള ഒരു വേരിയേഷൻ അതായിരുന്നു ഡോക്ടർ പറഞ്ഞത്. അഫാൻ പൂർണ്ണ എന്താ പറയാ ആരോഗ്യവാൻ തന്നെയാണ്. തീർച്ചയായിട്ടും എങ്ങനെ ഉറക്കം വരും അല്ലെ? അതെ, ഒരു കുടുംബത്തെ മുഴുവൻ അതുമല്ല, ഇന്ന് തെളിവെടുപ്പ് നടക്കാനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഈ നാടകീയ സംഭവം. തീർച്ചയായിട്ടും തെളിവെടുപ്പിന് എത്തിക്കുമ്പോൾ നാട്ടുകാർ കൈകാര്യം ചെയ്യാൻ അവിടെ ഓടിക്കൂടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ആ ഒരു ചിന്തയൊക്കെ ആ പ്രതിക്ക് അതൊക്കെ ഉണ്ടാകുമല്ലേ? തെളിവെടുപ്പിന് പ്രതിയെ അറിയിക്കുമായിരിക്കും അല്ലെ, തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പ്രതിക്ക് അറിയാമായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും ആ ചിന്തകൾ, അതായത് തെളിവെടുപ്പിന് പോകുമ്പോ അവിടെ എന്തായിരിക്കും സംഭവിക്കുക, നാട്ടുകാർ കൈവയ്ക്കുമോ, അങ്ങനെ ഒരു ചിന്തയൊക്കെ ആ ചിന്തയിലൂടെ സ്വാഭാവികമായിട്ട് പല ക്രൈം കേസുകളിലും നാട്ടുകാര് വളരെ രൂക്ഷമായിട്ടൊക്കെ പ്രതികളെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് ഓടിക്കൂടിയിട്ടുണ്ട്. ഇത് പ്രതി അറിയാതെ പോയ സംഭവങ്ങളൊന്നും അല്ല. അപ്പോൾ പല കാര്യങ്ങളും ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ തന്നെയും അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാട്ടുകാരെങ്ങനെ കൈകാര്യം ചെയ്യുമോ, അല്ലെങ്കിൽ അവിടെയുള്ളവരൊക്കെ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നൊക്കെയുള്ള ടെൻഷൻ ആശങ്ക ഉണ്ടാകുമായിരിക്കും. അതെ, തീർച്ചയായും. ഇന്ന് രാവിലെ പുള്ളി തല ഇറങ്ങി വീണിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണ് എന്ന് ഡോക്ടർ പറഞ്ഞു. തിരിച്ച് സെല്ലിലേക്ക് കൊണ്ടുവന്നു. മിക്കവാറും ഇന്ന് തെളിവെടുപ്പ്, അതായത് സൽമാ ബീബിയായിരുന്നു ആദ്യം കൊലപ്പെടുത്തിയത്. അപ്പോൾ സൽമാ ബീബിയുടെ മുത്തശ്ശി സൽമാ ബീബിയുടെ വീട്ടിൽ, പാങ്ങോട്ടുള്ള വീട്ടിലായിരിക്കും ഇന്ന് തെളിവെടുപ്പ് നടക്കുക അല്ലെ? അതെ, ഇന്നലെ കോടതി മുറിയിൽ എത്തിച്ചപ്പോ പോലും അവിടെയും വലിയൊരു നാടകീയത നിറഞ്ഞു നിന്ന, അതായത് ആശുപത്രിയായിട്ടാണ് പെരുമാറിയിരുന്നല്ലേ. ഇന്നലെ പ്രതിനെ കോടതിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോ തീർച്ചയായിട്ടും 7 ദിവസം ഹോസ്പിറ്റലിൽ, അതിനുശേഷം ജയിലിലേക്ക്, അതിനുശേഷം കോടതിയിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു. ഒരു നിർവികാര, അതായത് ഒരു കൂസലും ഇല്ലാതെയാണ് പ്രതി നിന്നത് എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യാതൊരു കൂസലും ഇല്ല. കോടതി മുറ്റത്ത് നിർവികാര ഭാവത്തോടെയായിരുന്നു. അതായത് 6 പേരെ നിലവിളി കേട്ടവനാണ്, 6 പേരെ രക്തം പുരണ്ട കൈകളാണ്. എന്നിട്ട് അതും 6 പേരെ അന്യരൊന്നും അല്ല, സ്വന്തം ബന്ധുക്കളാണ്. എന്നിട്ടും യാതൊരു കൂസലും ഇല്ലാതെയാണ് പ്രതി നിന്നത് എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാസ്ക് ധരിച്ചിരുന്നു, പക്ഷെ നമുക്ക് ആ ഒരു കണ്ണുകളിലൊന്നും യാതൊരു ഭാവമാറ്റവും ഇല്ലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, ഈ പ്രതിയുടെ ചിത്രം എടുക്കാനൊക്കെ പലരും ശ്രമിച്ചു. അതായത് സ്വാഭാവികമാണ്, ഒരു നാട്ടിലെ അധികം സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുമ്പോ ഒരു മലയാളികൾക്കുള്ള ഒരു ശീലമാണ്, എന്തെങ്കിലും ഉണ്ടായ ഉടനെ ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അഫാനെ കണ്ടപ്പോ ഈ പ്രതിയുടെ ഫോട്ടോ എടുക്കാനൊക്കെ പലരും ശ്രമിച്ചു. ഈ കാത്തു നിന്നതിലടക്കം വാനിത പറഞ്ഞതുപോലെ സ്ത്രീകളായിരുന്നു കൂടുതലും. പക്ഷെ ആരെയും അടുത്ത് വരാൻ സമ്മതിച്ചില്ല. കനത്ത സുരക്ഷയാണ് പോലീസ് അഫാന് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിരുന്നത്. കാരണം എപ്പോ വേണമെങ്കിലും എങ്ങനെയാണ് ആളുകൾ പ്രതികരിക്കാന്ന് പറയാൻ പറ്റൂല. അപ്പോ അതുകൊണ്ട് തന്നെ ആരെയും അടുപ്പിച്ചിട്ടില്ല. വലിയ കനത്ത സുരക്ഷ തന്നെയാണ് അഫാന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഈ പോലീസ് വേഗത്തിൽ, അതായത് ഇപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി അതുവരെ പോകുമ്പോഴേക്കും നല്ല വേഗത്തിൽ പോലീസ് പോകുന്നുണ്ടല്ലോ. അപ്പൊ അതിനൊപ്പം മാധ്യമങ്ങള് സ്വാഭാവികമായിട്ടും വീഡിയോ ചിത്രീകരിക്കാതിരിക്കാൻ വേണ്ടി പോലീസ് സുരക്ഷ ഒരുക്കിയതാണ്. അപ്പോ അതിനനുസരിച്ച് പോലീസിന് പ്രതിയും കൊണ്ട് ഓടേണ്ടി വന്നു. അഫാനും അതേ വേഗത്തിൽ തന്നെ ഓടേണ്ടി വന്നു. പിന്നെ ഈ കൂടെയുള്ളവരും പിന്നാലെ ഓടുന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ നാടകീയമായ കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. പിന്നെ ഈ കെട്ടിടത്തിന്റെ 2ാം നിലയിലെ കോടതി മുറിയിൽ എത്തിച്ച്, കെട്ടിടത്തിന്റെ 2ാം നിലയിൽ അവിടെ എത്തിച്ചിട്ടാണ് ഈ നടപടികളൊക്കെ, അതായത് കസ്റ്റഡിയിൽ വാങ്ങുന്ന നടപടിയൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കി തിരിച്ചിറക്കി വീണ്ടും കൊണ്ടുപോയി. പിന്നെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യൽ, മണിക്കൂറുകൾ നീണ്ടു നിന്ന ചോദ്യം ചെയ്യലാണെന്ന് തോന്നി. ഈ ചോദ്യം ചെയ്യലില് സൽമാ ബീവിയെ പറ്റി പറഞ്ഞിരിക്കുകയാണ് അല്ലെ. സൽമാ ബീവിയെ പറ്റി പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ, ആ കിളവിക്ക്, അതായത് ഇത്രയും വയസ്സായ അവർക്ക് ഒരു മാല ചോദിച്ചപ്പോ തന്നൂടായിരുന്നോ, അപ്പോ തരാത്തത് കൊണ്ടാണ് ഞാൻ കൊലപ്പെടുത്തിയതെന്നാണ്
അഫാൻ പറഞ്ഞതാണ്. അപ്പോ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന കിളവിക്ക് ആ മാല തനിക്ക് തന്നൂടായിരുന്നോ എന്നൊരു ചോദ്യമാണ് അഫാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാല തരാത്തത് കൊണ്ട് തന്നെയാണ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയത് എന്ന മൊഴിയിൽ വീണ്ടും ഉറച്ചു നിൽക്കുകയാണ് അഫാൻ. മാത്രമല്ല ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് കടക്കണി അത് തന്നെയാണ് കാരണം എന്ന ആ ഒരു കാര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസവും അതിൽ തന്നെയാണ് അഫാൻ ഉറച്ചു നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മാത്രമല്ല ഏകദേശം 11 ദിവസങ്ങൾക്ക് ശേഷം അഫ്സാന്റെ മരണ വാർത്ത കഴിഞ്ഞ ദിവസം ഉമ്മ ഷെമീനെ അറിയിച്ചിരുന്നു. അത് മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യത്തിലായിരുന്നു അത് അറിയിച്ചത്. കാരണം എന്തായിരുന്നാലും ആ വീട്ടിൽ തെളിവെടുപ്പ് എത്തിക്കുമ്പോൾ അത് ഷെമീന അറിഞ്ഞേ പറ്റുള്ളൂ. ഷെമീനയുടെ ഇതുവരെ ഷെമീന മകനെതിരെ ഒരു മൊഴി കൊടുത്തിട്ടില്ല. കാരണം കട്ടിൽ നിന്ന് വീണ് ആ പരിക്കേറ്റു എന്നാണ് മജിസ്ട്രേറ്റിനൊക്കെ കൊടുത്തിട്ടുള്ള മൊഴി. അപ്പോൾ എന്തെങ്കിലും പറയാൻ ഷെമീന ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയട്ടെ എന്നുള്ളൊരു ഉൾക്കാഴ്ചയോടെ ആയിരിക്കാം ഷെമീനയോട് ആ സത്യം വെളിപ്പെടുത്തി. ഡോക്ടർമാർ തന്നെയാണ് വെളിപ്പെടുത്തിയത്. അത് റഹീമിന്റെ സാന്നിധ്യത്തിലായിരുന്നു അത് അറിയിച്ചത്. പക്ഷെ ഡോക്ടർമാര് മരണവിവരം അറിയിച്ചപ്പോ ഷെമി പൊട്ടിക്കരയായിരുന്നു. ഇതൊന്നും അവിടെ കണ്ടു നിന്നവർക്കും സഹിക്കാനായിട്ടില്ല. ഇളയ മകൻ എവിടെയാണ്, ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഷെമി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതാണ് ബന്ധുക്കളോടും റഹീമിനോടും ഡോക്ടർമാരോടും അവിടെ വരുന്ന ആരോടായിരുന്നാലും ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മകന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഏകദേശം 40ഓളം സ്റ്റിച്ചുകളാണ് ആ തലയിൽ തന്നെ ഉള്ളത്. അപ്പൊ ബോധം വീണ്ടെടുത്തതിന് ശേഷമാണ് ഇളയ മകൻ ഷെമി ഇനി ഇളയ മകൻ ഇല്ല എന്നുള്ളൊരു സത്യം പറഞ്ഞത്. പലപ്പോഴും നിരന്തരം തിരക്കിയിരുന്നത് എനിക്കൊന്നും അഫാനെ ആയിരുന്നില്ല, അഫ്സാനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ മുതൽ വന്ന വിവരമാണ്. അഫ്സാനെ ഭയങ്കര ഒരു കാര്യമായിരുന്നു എല്ലാവർക്കും. ഇതുവരെയും ചികിത്സയിലാണ് അഫ്സാൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ചിലപ്പോൾ ചികിത്സയിൽ ഇരിക്കെ മരണമടഞ്ഞു എന്നായിരിക്കാം പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും കൊലപാതകി അല്ലെങ്കിൽ കൃത്യം ചെയ്തത് അഫാനാണ് എന്ന് ഈ നിമിഷം വരെയും ഷെമീന അറിഞ്ഞിട്ടില്ല. അപ്പൊ മകൻ മരിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷെമീന പൂർണ്ണമായും റിക്കവർ ആയിട്ടില്ല. തലയിലൊക്കെ ആഴത്തിലുള്ള മുറിവുകളാണ് ഷെമീനയ്ക്കുള്ളത്. പോരാത്തതിന് മറ്റൊരു രോഗം കൂടി അവരെ അലട്ടുന്നുണ്ട്. അപ്പൊ ഒരു അമ്മയാണ്. അപ്പൊ അമ്മയുടെ മനസ്സ് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം എനിക്കിത് കേട്ടപ്പോ ഭയങ്കര ഒരു വല്ലാത്തൊരു, അതായത് അവർ ആശുപത്രി കിടക്കയിലാണ്, അവരുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ മകൻ മരിച്ചു എന്ന് അവർ അറിയുമ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലെ അത് എത്തരത്തിൽ എങ്ങനെ അവരത് തരണം ചെയ്യും, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു കടമ്പ അവരെങ്ങനെ കടക്കുന്നത്, അത് വല്ലാത്തൊരു, നമുക്കിങ്ങനെ ഓർക്കുമ്പോ തന്നെ നമ്മുടെ ദേഹമൊക്കെ തരിക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ്. എങ്ങനെയായിരിക്കും ആ ഒരു ഷെമി എന്ന് പറയുന്ന ഒരു ഉമ്മ ആ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ അവരത് കടക്കാൻ പോകുന്നത്. ഇളയ മകൻ കൊല്ലപ്പെട്ടു എന്ന് അറിയുന്നു, അത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള കൊലപാതകങ്ങളുടെ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഇതെല്ലാം ഒരു മാതാവിന് എങ്ങനെ ഇത് ഉൾക്കൊള്ളാനാകും, അല്ലെങ്കിൽ അവരെങ്ങനെ ഈ ഒരു സാഹചര്യത്തെ കടക്കും, കൂടെയുള്ളവര് കൂടെ നിൽക്കട്ടെ അല്ലെ. അല്ല, ഷെമീനയുടെ ഈ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെ ചർച്ചകളിൽ തന്നെ പലരും കമന്റ് ആയിട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഷെമീനെയും അഫാനെയും വെള്ളപൂശാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിക്കുള്ള കമന്റുകളാണ് വന്നത്. ഒരിക്കലും അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തവർ തെറ്റ് ചെയ്തത് തന്നെയാണ്. പക്ഷെ ഒരു ഷെമി ഇപ്പോ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ അത് നമ്മൾ ഒരിക്കലും തിരസ്കരിക്കരുത്. കാരണം അവരുടെ മകനെ സംരക്ഷിക്കാൻ ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞു, മറ്റു കാര്യങ്ങളൊക്കെ എന്തൊക്കെ തന്നെ ആയാലും ഇപ്പൊ അവര് കടന്നു പോകുന്ന മാനസികാവസ്ഥ അതൊരിക്കലും നമുക്ക് കണ്ണടച്ച് പൂട്ടി അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു അമ്മ മനസ്സാണ്. ഇത്രയും വലിയൊരു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്നും അറിയുന്നില്ല. അവരൊരു ആശുപത്രി, ഒരു 4 ചുവരിനുള്ളിൽ പുറത്ത് എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ പുറം ലോകത്ത് ഞങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളാണ് ചർച്ചാ വിഷയം, അല്ലെങ്കിൽ എന്റെ മകൻ കൊലപാതകിയായി, അല്ലെങ്കിൽ എന്റെ മകൻ മരിച്ചു, എന്റെ വീട്ടിൽ ഇങ്ങനെ ഇതൊന്നും അവരെ അറിയുന്നില്ല. അവർ കടന്നു പോകുന്ന ഒരു സാഹചര്യം അത് തീർച്ചയായിട്ടും വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് അവരെ സംബന്ധിച്ച്. അപ്പൊ അവരൊരിക്കലും നമുക്ക് ഈ ഒരു അവസരത്തിൽ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല തന്നെയാണ്. അത് നമ്മള് സഹാനുഭൂതി ഉള്ളവരല്ലേ. അപ്പൊ ആ ഒരു സഹാനുഭൂതി അർഹിക്കുന്ന സമയം തന്നെയാണ് ആ ഒരു ഷെമി എന്ന് പറയുന്ന മാതാവ്. കാരണം അഫാൻ പറയുന്നുണ്ട് ഉമ്മ മരിച്ചു എന്ന് കരുതിയിട്ടാണ് മറ്റു കൊലപാതകങ്ങൾ ചെയ്തത്. അപ്പോ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു വിവരം പറഞ്ഞത് 2 ദിവസങ്ങൾക്ക് മുമ്പാണ്. താനില്ലാതെ അവർക്കോ അവരില്ലാതെ തനിക്കോ ജീവിക്കാൻ കഴിയില്ല. പിന്നെ പലപ്പോഴും ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ആരെങ്കിലും ആ കൂട്ടത്തിൽ ഒരാളെങ്കിലും ജീവനോടെ ഇരിപ്പുണ്ടാകുമോ അല്ലെ ജീവിച്ചിരിക്കുമോ എന്നൊക്കെയുള്ള ഭയം കാരണമാണ് താൻ തന്നെ കൊലപാതകത്തിന് നേരിട്ട് ഇറങ്ങിയത് എന്നൊക്കെയാണ് അഫാൻ പറഞ്ഞത്. പിന്നെ കൂടാതെ സൽമാ ബീവിയുടെ 2 സ്വർണ്ണമാലകൾ ഉണ്ടായിരുന്നു. ആ സ്വർണ്ണമാലയടക്കം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇത് നൽകാത്തതുകൊണ്ടാണ് ഉമ്മുമ്മേനെ തന്നെ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് അഫാൻ പറയുന്നത്.
അപ്പൊ ഉമ്മുമ്മ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉമ്മുമ്മയുടെ കയ്യിലുണ്ടായിരുന്ന 2 മാലകളില് ഒരു മാല കാണാതായി. പിന്നീട് അത് ബന്ധുവിന് കൊടുത്തു എന്ന് അറിഞ്ഞതോടെയാണ് ഈ അഫാന്റെ എന്താ പറയാ ദേഷ്യം ഒന്നുകൂടെ ഇരട്ടിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഉമ്മുമ്മേനെ കൊലപ്പെടുത്തിയതെന്നാണ് അഫാൻ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ കൊലപാതക സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും പ്രചോദനമൊന്നും ആയിട്ടില്ലെന്നും അഫാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൽമാ ബീവിയെ അത് മാത്രല്ല, ഇന്ന് ഇപ്പൊ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ പാങ്ങോടുള്ള വീട്ടിലാണ് തെളിവെടുപ്പ് എത്തിക്കുക. പിന്നെ അതിനുശേഷം പല മാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്തും. പിന്നെ നാട്ടുകാരുടെ പ്രതിഷേധം അത് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും. അതും ഏറെ നാടിനെ ഞെട്ടിച്ച ഒരു ഏറെ കേരളത്തിൽ തന്നെ നടുക്കിയ ഒരു കൂട്ടക്കൊല. അതിൽ നാട്ടുകാരുടെ പ്രതികരണം, അത് നാട്ടുകാർ ഓൾറെഡി അവര് പ്രതികരിക്കാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. ഒന്നിലൊരു കൂകൽ വിളിയിലെങ്കിൽ അവർ ആ പ്രതികരണം അറിയിച്ചിരിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നേരത്തെ പോലീസ് അധികൃതരെല്ലാം വലിയൊരു യോഗം ചേർന്നിരുന്നു. അതായത് അഫാന് ഈ ഒരു തെളിവെടുപ്പിന് എത്തിക്കുമ്പോൾ ഏത് രീതിയിൽ സുരക്ഷ ഒരുക്കണമെന്നതിനെ പറ്റിയൊക്കെ പോലീസ് അധികൃതരെല്ലാം യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ടാസ്ക് തന്നെ ആയിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഈ അഫാനെ തെളിവെടുപ്പിന് എത്തിക്കുക എന്നത് വലിയൊരു ടാസ്ക് തന്നെയായിരിക്കും. പിന്നെ സ്വാഭാവികമായിട്ടും ഇനി അവർക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇത്രയും വലിയ കടം എവിടെ നിന്ന് വന്നു, ഈ കടക്കെണിയെ കുറിച്ചൊക്കെ പോലീസിന് ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഇവര് 3 പേര് പറയുന്നതിലും മൊഴികളിൽ വ്യത്യസ്തതയുണ്ട്. അത് റഹീം പറയുന്നു 15 ലക്ഷത്തിന്റെ കടമാണ്, അത് താൻ വീട്ടും. ഇവര് 62 ലക്ഷത്തോളം രൂപ. അപ്പം റഹീം അറിയാതെ പല കാര്യങ്ങളും ഇവർ ചെയ്തു. ഇവരുടെ ഇടപാടുകൾ എന്തായിരുന്നു, ഇവർ അന്നേ ദിവസം 50,000 രൂപ ആർക്ക് കൊടുക്കാനാണ് ഓടി നടന്നത്, അപ്പൊ എന്ത് അത്യാവശ്യമായിരുന്നു ആ ടൈമിൽ ഉണ്ടായിരുന്നത്, ഇതൊക്കെ ഇനിയും കൂടുതൽ പുറത്തേക്ക് വരാനിരിക്കുന്നത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല അഫാൻ ഇപ്പോ കസ്റ്റഡി കിട്ടിയതല്ലേ ഉള്ളൂ. അഫാന് ഒരു പ്രത്യേക മാനസികാവസ്ഥ എന്നാണ് ഈ പോലീസും ഡോക്ടർമാരും ഒക്കെ പറയുന്നത്. കാരണം അഫാൻ 15-ാം വയസ്സിൽ ആദ്യം വീട്ടുകാരെ ഭയപ്പെടുത്തിയത് ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടാണ്. അതായത് തന്നോട് സ്നേഹക്കുറവ് കാണിക്കുന്നു, അതായത് അനുജനോട് കൂടുതൽ സ്നേഹം, തന്നോട് സ്നേഹക്കുറവ് കാണിക്കുന്നു എന്നുള്ളൊരു ലേബലില് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അന്ന് തൊട്ടാണ് ഈ പറഞ്ഞ ഷമിയും റഹീമും ഈ അഫാൻ എന്ത് ആവശ്യപ്പെട്ടാലും അതൊക്കെ നേടിക്കൊടുക്കാൻ ശ്രമിച്ചു തുടങ്ങിയത്. അതായത് കുടുംബത്തെ പോലും ബ്ലാക്ക്മെയിൽ ചെയ്തത് താൻ ആത്മഹത്യ ചെയ്യുമെന്നൊരു ലേബലിൽ കൂടെ തന്നെയാണ്. ഇതേ ആത്മഹത്യാ ശ്രമം തന്നെയാണ് താൻ അവിടെ നടത്തുമെന്ന് പോലീസ് സ്റ്റേഷനിലും, അതായത് താൻ ഉദ്ദേശിക്കുന്നത് നടപ്പിലാക്കണം എന്നുള്ളത് പോലീസ് സ്റ്റേഷനിലും ബാക്കിയുള്ളവരെ വരുതിയിൽ വരുത്താൻ വേണ്ടി അഫാൻ എടുക്കുന്ന ഒരു നാടകമായിരിക്കാം ഈ ഒരു ആത്മഹത്യാ ശ്രമം. അതായത് അല്ല, ഈ കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത്ര ക്രൂരമായിട്ട് ഈ കുടുംബക്കാരെ മൊത്തം കൊലപ്പെടുത്തുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് എലിവിഷം മാത്രം തെരഞ്ഞെടുത്തു? ആ എലിവിഷത്തിന്റെ ഡോസ് എത്ര കാണുമെന്ന് ഈ പ്രതിക്ക് തന്നെ തിരിച്ചറിയാവുന്നതല്ലേ? എന്തുകൊണ്ട് ആ ഒരു എലിവിഷത്തിൽ മാത്രം പ്രതിയൊതുക്കി? തനിക്കും അത്രത്തോളം ക്രൂരമായിട്ട് എന്തൊക്കെ രീതികൾ തിരഞ്ഞെടുക്കാമെന്ന് ഒരിക്കലും അവനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതുമല്ല. പ്രതി പലതും ഒളിക്കുന്നുണ്ട്, പ്രതി പല നാടകങ്ങളും എടുക്കുന്നുണ്ട്. ഒരു സഹാനുഭൂതി തന്നെ വളർത്താൻ പ്രതി ശ്രമിക്കുന്നുണ്ടാകാം. തനിക്ക് മാനസിക രോഗാവസ്ഥ ഉണ്ട് എന്ന് വരുത്താനും പ്രതി ആശുപത്രിയിൽ പല വേലകളും ഒക്കെ ഇറക്കിയിരുന്നു. പക്ഷെ ഡോക്ടർമാരുടെ പരിശോധിച്ചപ്പോ അവര് പറഞ്ഞു ഒരിക്കലും ഇല്ല, പ്രതിക്ക് യാതൊരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോ പ്രതി എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രതി തന്നെയാണ് അഫാൻ. അതായത് എന്നാ പിന്നെ ഇത്രയും പേരൊക്കെ സെന്റിമെന്റ്സിലൂടെ ആൾക്കാരെ കയ്യിലെടുക്കാൻ അഫാൻ ജയിലിൽ കിടന്നതിനെ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. എന്ത് സെന്റിമെന്റ്സ് ആണ് അഫാൻ എന്ന പ്രതിക്ക് കിട്ടാൻ പോണത് അല്ലേ? അതാ പറയുന്നേ, ഇങ്ങനെ ഒരു കടക്കെണിയിലാണ്, അവര് രക്ഷപ്പെടുമോ, ഞാൻ രക്ഷപ്പെടുമോ, അവര് ജീവിച്ചിരിക്കില്ല, ഞാൻ ജീവിച്ചിരിക്കില്ല, പിന്നെ എന്താ സിനിമകളൊന്നും എന്നെ ഇത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്, അത് മാത്രമല്ല താൻ ആത്മഹത്യ ചെയ്യും. എന്തിന് ആത്മഹത്യ ചെയ്യും? 15-ാം വയസ്സ് തൊട്ട് ഈ ആത്മഹത്യ നാടകം എടുത്തു തന്നെയല്ലേ ഈ കുടുംബത്തെ മുഴുവൻ വരുതിയിലാക്കി നിർത്തിയിരുന്നത് അഫാൻ. അപ്പോൾ അത് തന്നെയാണ് വീണ്ടും എടുക്കുന്നത്. ഈ കുടുംബത്തെ ഇത്രയും വർഷത്തോളം ഇത്രയും കടക്കണിയിൽ കൊണ്ടിട്ടത് അഫാൻ കൂടെ ചേർന്നിട്ടാണ്. അഫാന്റെ ആഡംബരങ്ങൾ, ഈ റഹീമിന് ജോലിയില്ലാതിരുന്ന അവസ്ഥയിൽ പോലും എന്തുകൊണ്ട് ഷമീം ഇങ്ങനെ ഒരു അവസ്ഥ തിരഞ്ഞെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫാന്റെ ഈ ഒരു ജീവിത സാഹചര്യമായിരിക്കാം. താൻ ആത്മഹത്യ ചെയ്യും, താൻ കൊല്ലും, ഇതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാകാം.
ഷമീൻ എന്താണ് ഷമീൻ ആ വീട്ടിൽ അല്ലെങ്കിൽ അനുഭവിച്ചതെന്ന് നമുക്കറിയില്ല. അത് ഷമീനെ തന്നെ വാഗോട്ട് തുറന്നു പറയേണ്ടതാണ്. ഇപ്പോഴും കട്ടിൽ നിന്ന് വീണു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും ആ ഒരു ഒറ്റ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാം ഷെമി എന്ന് പറയുന്ന അമ്മ എത്രത്തോളം മക്കളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മക്കളെ എത്രത്തോളം കരുതുന്ന ഒരു മാതാവാണ് ഷെമി എന്ന് നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പലരും അവരെ വിമർശിക്കുന്നുണ്ട്, അവരെന്തിനാ ഈ ഒരു കിടക്കയിൽ ഇങ്ങനെ കള്ളം പറയുന്നത്, എന്തിനാ അഫാനെ അവര് സംരക്ഷിക്കാൻ നോക്കുന്നത്. പക്ഷെ അവിടെ ആ ഒരു മാതാവിന്റെ ഒരു മനസ്സല്ലേ, അവരെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് പറഞ്ഞത്. പക്ഷെ ഒരിക്കലും അത് ശരിയായ കാര്യമല്ല. എങ്കിൽ പോലും ആ ഒരു മാതാവിന്റെ മനസ്സ് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം എത്രത്തോളം സ്നേഹം അവർക്ക് അഫാനോടും അല്ലെങ്കിൽ തന്നെ മറ്റു മക്കളോടും ഉണ്ടായിരുന്നു എന്ന് അതിൽ അംഗീകരിക്കുന്നതല്ല. ഇനി ഇതില് സത്യം പുറത്തു വരണമെങ്കിൽ അഫാനേക്കാളും വാ തുറന്ന് സത്യം പറയേണ്ടത് ഷമീനയാണ്. ആ ദിവസങ്ങളിൽ എന്ത് സംഭവിച്ചു, എന്താണ് ഇത്തരം ഒരു പ്രേരണയ്ക്ക് കാരണമായി മാറിയത്? അഫാന് മറ്റു പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു, ഉമ്മയ്ക്ക് പലതും അറിയായിരിക്കാം. അതെ, ആ ഒരു സാഹചര്യത്തിലല്ല അവർ ആരോഗ്യ ആ സത്യം തുറന്നു പറയേണ്ടത് ഷമീന തന്നെയാണ്. ഇനിയിപ്പോ ഇന്നത്തെ ദിവസം എന്തായാലും തെളിവെടുപ്പും മറ്റും കാര്യങ്ങളും നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഈ സ്റ്റേഷനില് ആത്മഹത്യാ നാടകം ഇറക്കുന്ന അഫാൻ വരും ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കേരളക്കാര ഈ ഒരു സംഭവത്തിൽ ഉദ്യോഗമുനയിൽ തന്നെയാണ്. പ്രത്യേകിച്ചും ഷമീനയുടെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. അവര് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാനോ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഇത്രയും പേരെ അഫാൻ ലക്ഷ്യമിട്ടിട്ടും അവര് മാത്രം ബാക്കിയായിരിക്കാണ്. അപ്പോ അവരെ ദൈവം ബാക്കി വെച്ചത് അവരുടെ തീർച്ചയായിട്ടും അവരുടെ നാവിൻ തുമ്പത്ത് എന്തോ അവര് പറഞ്ഞ് അറിയേണ്ട എന്തോ ഒരു വലിയ സത്യം അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോ ആ ഒരു റിക്കവറി അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവർ വേഗത്തിൽ ആരോഗ്യ സ്ഥിതിയൊക്കെ നേരെയായി വേഗത്തിൽ ഈ ഒരു കേസിൽ ഏറ്റവും നിർണായകമായ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ പാകത്തിലേക്ക് അവർ വരട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഷമീന എത്രയും വേഗത്തിൽ അല്ലെ ആ ഒരു റിക്കവർ ആയിട്ട് വരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ വേഗത്തിലാകട്ടെ. അതുപോലെ തന്നെ ഇനി എന്തൊക്കെ നാടകങ്ങൾ നമ്മൾ കാണേണ്ടി വരുമെന്ന് അറിയില്ല. അഫാൻ എന്ന് പറയുന്ന നമ്മൾ ഇത്രയും ക്രൂരനായ ഒരു പ്രതി നാടകങ്ങൾ കളിക്കാനാണോ പ്രതിക്ക് അറിഞ്ഞൂടാത്തത്? ആ നാടകം കളിക്കും ഉറപ്പായിട്ടും. അപ്പൊ ഇനി അഫാന്റെ എന്തൊക്കെ നാടകങ്ങൾ കേരളക്കാരെ കാണേണ്ടിയിരിക്കുന്നു എന്നതും വലിയൊരു ചോദ്യം തന്നെയാണ്.